ഹലോ കൂട്ടുകാരെ, 3-4 വർഷമായിട്ട് എൻ്റെ ഒപ്പം സന്തത സഹചാരിയായിട്ട് നടന്ന ഒരു കുഞ്ഞൻ ഐറ്റമാണ് കേട്ടോ ഇത്. കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമല്ലോ എഗ് ബോയിലറാണെന്നുള്ളത്. ഇത് ഞാൻ 2021 ഡിസംബറിൽ വാങ്ങിച്ചാണ് കേട്ടോ. അപ്പോൾ ഇത്രയും കാലം ഉപകാരമുള്ള ഒരു സാധനം നിങ്ങളെയും കൂടെ പരിചയപ്പെടുത്തിയില്ലെങ്കിൽ അത് മോശമല്ലേ. അതുകൊണ്ട് കേട്ടോ ഞാനിത് ഷെയർ ചെയ്തത്. അപ്പോൾ ആർക്കെങ്കിലും ഇത് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. ഇത് വളരെ യൂസ്ഫുള്ളാണ് കേട്ടോ. നമുക്ക് എഗ്ഗ് ബോയിൽ ചെയ്തെടുക്കാനായിട്ട് വളരെ സിമ്പിളാണ്. ഇതിൽ കൂടെ ഒരു കപ്പൊക്കെ കിട്ടിയിരുന്നു. ഇത്രയും വർഷത്തിനുള്ളിൽ ഇതാ യൂസ് ചെയ്ത് അതിൻ്റെ പരുവ ഇങ്ങനെ ആയിട്ടുണ്ട്. അതുപോലെ ആ കപ്പും ഒക്കെ എൻ്റെ കയ്യിൽ നിന്ന് പോയി. അപ്പോൾ ഞാൻ സാധാരണ നോർമൽ ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ടാണ് കേട്ടോ ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു അളവ് നമുക്ക് കുറേ യൂസ് ചെയ്ത് കഴിയുമ്പോൾ മനസ്സിലാകും. അളന്നൊഴിക്കണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ നമ്മൾ ഒഴിക്കുന്ന ആ ഒരു വെള്ളത്തിൻ്റെ അളവനുസരിച്ചായിരിക്കും ആ ഒരു എഗ്ഗിൻ്റെ മുട്ടയുടെ വേവൊക്കെ വരിക. കുറച്ച് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെറിയ രീതിയിലൊന്ന് ബോയിൽ ചെയ്തെടുക്കാൻ പറ്റും. നന്നായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അളവ് കൂട്ടി ഒഴിക്കും. അതൊക്കെ എൻ്റെ ഒരു കണ്ടുപിടുത്തമാണ് കേട്ടോ. നമുക്ക് ആ ഒരു കപ്പ് നഷ്ടപ്പെട്ടു പോയപ്പോൾ, അളന്നൊഴിക്കാനുള്ള കപ്പ് നഷ്ടപ്പെട്ടു പോയപ്പോഴാണ് ഞാനതൊക്കെ ചെയ്ത് നോക്കിയത്. എന്താണെങ്കിലും സംഭവം പൊളിയാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഞാൻ പഴം പുഴുങ്ങി, അതുപോലെ എന്തെങ്കിലും അത്യാവശ്യം പെട്ടെന്ന് ചൂടാക്കി എടുക്കാനുള്ള ഐറ്റംസ് ഉണ്ടെങ്കിൽ അതൊക്കെ വെച്ച് ചൂടാക്കി എടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ഹൈറ്റ് ഉള്ളതുകൊണ്ട് കൂടുതൽ രണ്ട് ഇതായിട്ടാണ് ഇതുള്ളത്. അപ്പോൾ കൂടുതൽ മുട്ട നമുക്ക് ഒന്നിച്ച് വെച്ച് പുഴുങ്ങിയെടുക്കാനും ഒക്കെ ആയിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ താഴത്തെ ആ ഒരു സ്റ്റെപ്പ് മാത്രമാണ് യൂസ് ചെയ്യാറ്. ഇങ്ങനെ സ്വിച്ച് ഇട്ട് കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു ബട്ടൺ ഓൺ ആകുകയും അത് നമ്മൾ ആ ഒരു എഗ്ഗ് ബോയിൽ ആയതിനു ശേഷം തനിയെ ഓഫ് ആവുകയും ചെയ്യും കേട്ടോ. ഇപ്പോൾ ഗ്യാസിലൊക്കെ വെച്ചിട്ട് നമ്മൾ എഗ്ഗ് ബോയിൽ ചെയ്തെടുക്കുമ്പോൾ ചിലപ്പോൾ പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. ഇതിൽ പൊട്ടില്ല എന്ന് പറയാൻ പറ്റത്തില്ല. ആ ഒരു ചിലപ്പോൾ കുടുങ്ങിയൊക്കെ ആയിട്ട് മുട്ട വന്നു കഴിയുമ്പോൾ അങ്ങനെയുള്ള മുട്ടകളൊക്കെ പൊട്ടും, അങ്ങനെയൊക്കെ പരിപാടിയുണ്ട്. എന്നാലും നമ്മൾക്ക് നോർമലായിട്ട് എടുക്കുന്നതിലും വളരെ നല്ല രീതിയിൽ ബോയിൽ ചെയ്തെടുക്കാൻ പറ്റും. അപ്പം ഇത് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. അതുപോലെ വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ലിങ്ക് ക്ലിക്ക് ചെയ്ത് വാങ്ങിക്കാൻ കേട്ടോ. പിന്നെ എൻ്റെ ബെനിഫിറ്റ് എനിക്ക് തോന്നുന്നത് അതിൻ്റെ കറക്റ്റ് ടൈം നമ്മൾ ഒഴിച്ചിരിക്കുന്ന ആ വെള്ളം തീർന്നു കഴിയുമ്പോൾ തന്നെ ഇത് ഓഫ് ആവും എന്നുള്ളതാണ്. അപ്പോൾ നമ്മളൊന്ന് മറന്നു പോയിട്ടുണ്ടെങ്കിൽ അത് തന്നെ ഓഫായിട്ട് റെഡി ആയിട്ട് അവിടെ ഇരിക്കും. വേവൊക്കെ കറക്റ്റും ആയിരിക്കും കേട്ടോ. അപ്പോൾ ഈ പ്രോഡക്റ്റ് എനിക്ക് യൂസ്ഫുൾ ആയതുകൊണ്ട് നിങ്ങൾക്കും വേണ്ടി ഷെയർ ചെയ്തതാണ്. താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാങ്ങിക്കാൻ മറക്കരുതേ. അപ്പോൾ താങ്ക്